ശരിക്കും പറഞ്ഞാല് എല്ലാ തലവേദനകളും തലയെടുത്ത് വെക്കേണ്ട ഒരാളാണ് സ്റ്റേഷൻ മാസ്റ്റർ. 20ാമത്തെ വയസ്സിലാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ശരിക്കും 60 വയസ്സിലാണ് റിട്ടയർമെന്റ്. അതെ, പക്ഷെ വേണ്ടാന്ന് വെച്ചു. എല്ലാ കൊല്ലം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് ECG, എക്കോ, അത് ഇത് അങ്ങനെല്ലാം എടുക്കും. എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യും. റെയിൽവേയിലുള്ള ഒരാൾക്ക് ഗുണമെന്ന് പറഞ്ഞാല് പലരും കുക്കിംഗ് പഠിച്ചത്, ഭക്ഷണം വെക്കാൻ പഠിച്ചത്, ജീവിക്കണ്ടേ? അതെ, അത് നിർത്തിയില്ല. അത് പഠിച്ചത് തന്നെ ഈ വക സാഹചര്യങ്ങൾ കൊണ്ടാണ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് പാലക്കാടാണ്. റെയിൽവേയുടെ അഥവാ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മസ്തിഷ്കം എന്ന് വിളിക്കാവുന്നത് അവിടുത്തെ SMനെയാണ്, സ്റ്റേഷൻ മാസ്റ്ററെയാണ്. സ്റ്റേഷന്റെയും അനുബന്ധ ഘടകങ്ങളുടെ എല്ലാം കൺട്രോൾ കൈവശം വെച്ചിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ന പദവിയിൽ 37 വർഷം സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം. ഉണ്ണികൃഷ്ണൻ സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. RK ഉണ്ണികൃഷ്ണൻ അല്ലേ? സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. ജോലി പ്രവേശിക്കുമ്പോൾ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അന്നും ഈ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അന്ന് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഡിഗ്രിയാണ്. അതെ. അപ്പൊ അന്ന് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ BA പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്. ആ സമയത്താണ് ഒരു എക്സാം വരുമ്പോ എന്റെ കൂട്ടുകാരൻ എഴുതുന്നു പറഞ്ഞു. അപ്പൊ എനിക്കൊരു ക്രേസ് എഴുതാണ്, അതൊന്ന് പരീക്ഷിക്കാൻ ആദ്യമായിട്ടാണ്. എന്റെ അച്ഛനൊരു സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു താല്പര്യം. അങ്ങനെ വെറുതെ പോയി എഴുതിയതാണ്. ശരിക്കും പറഞ്ഞാല് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ BA കഴിഞ്ഞ് MAക്ക് ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് റിസൾട്ട് വരുന്നത്. അതെ, ഒരു വിധത്തിൽ പേരെടുത്തു. എന്നിട്ട് റിസൾട്ടിൽ ഞാൻ പാസ്സാണ്. എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലെറ്ററാണ് വരുന്നത്. അങ്ങനെ സേലത്താണ് ഇന്റർവ്യൂ. പാലക്കാട് മാത്രല്ല, മീൻസ് ഈറോഡ്, സേലം, ജോലാർപേട്ട, കരൂര്, ട്രിച്ചി വരെയുള്ള സ്ഥലങ്ങള് അന്ന് പാലക്കാട് ഡിവിഷന്റെ കീഴിലാണ്. അതെ, അന്ന് 126 സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. വലിയൊരു ഡിവിഷനായിരുന്നു. അതിപ്പോ വെട്ടിമുറിച്ചപ്പോ നമുക്കിപ്പോ 65 സ്റ്റേഷനുകളായിരുന്നു. മെജോറിറ്റി അങ്ങോട്ട് പോയി. ഈറോഡ് അല്ല, സേലം ഡിവിഷനാണ്. സേലം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ്. അങ്ങനെ പരീക്ഷ എഴുതി ഇത് ഇന്റർവ്യൂല് പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് ഈ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ ഒന്നും പാടില്ല, മറ്റു ഫിസിക്കലായിട്ടുള്ള ഇതൊന്നും പ്രശ്നങ്ങളൊന്നും പാടില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഒരു സൈക്കോ ടെസ്റ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ് വന്നത്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അതെ, മെയിനായിട്ട്. അതെ, അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. ട്രെയിനിങ്ങിന് ട്രിച്ചിയിലാണ്. ഞങ്ങൾക്ക് എല്ലാ ട്രെയിനിങ്ങും ട്രിച്ചിയിലാണ് ബേസിക് ആയിട്ട് പോകുന്നത്. ട്രെയിനിങ്ങിന് 1983 ഫെബ്രുവരിയിൽ പോകുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് ഇവിടെ കഞ്ചിക്കോടാണ്. അതെ, കഞ്ചിക്കോട് കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവർക്കും പൊതുവെ കിട്ടുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ അങ്ങനെ വെള്ളം കിട്ടുന്ന സ്റ്റേഷനിലൊക്കെ. അതെന്തോ ഒരു നല്ല കാലത്തിനെ കിട്ടി. പിന്നെ അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി വർക്ക് ചെയ്ത് കുറെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. വെള്ളം കിട്ടുന്ന സ്റ്റേഷനിൽ വർക്ക് ചെയ്തു. അതൊന്നും ഇതുമായിട്ട് ചേർന്നതിന് ശേഷമാണ്. അതെ, ആദ്യമായിട്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഈ പറഞ്ഞ സ്റ്റേഷനുകളിലൊക്കെ പോയിട്ട് അവിടെ ചായക്കട ഇല്ല, ബേസിക് ആയിട്ട് ഒന്നുമില്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല പല സ്ഥലത്തും. എന്നിട്ട് ട്രെയിനിൽ പോയിട്ട് വേറെ എവിടെന്നെങ്കിലും പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരണം. പലരും കുക്കിംഗ് പഠിച്ചത്, ഭക്ഷണം വെക്കാൻ പഠിച്ചത്, ജീവിക്കണ്ടേ? അതെ, അത് നിർത്തിയില്ല. അത് പഠിച്ചത് തന്നെ ഈ വക സാഹചര്യങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് പിന്നെ എവിടുന്നാണ് പെൻഷൻ ആവുന്നത്? പെൻഷനാവുന്നത് ഞാൻ മഞ്ചേശ്വരത്തായിരുന്നു ലാസ്റ്റില്. എത്ര വർഷം സർവീസ് ടോട്ടല് ഞാൻ 37 കൊല്ലം സർവീസ് ഉള്ളപ്പോഴാണ് റിട്ടയർമെന്റ് അപ്ലൈ ചെയ്തിട്ട് വന്നത്. ആക്ച്വലി സർവീസ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ 40 കൊല്ലം ആവുമായിരുന്നു. അതെ, 20ാമത്തെ വയസ്സിലാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ശരിക്കും 60 വയസ്സിലാണ് റിട്ടയർമെന്റ്. അതെ, പക്ഷെ വേണ്ടാന്ന് വെച്ചു. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഒരു ഭയങ്കര റിസ്ക് ഉള്ള ഒരു ജോലിയാണ്. രണ്ടാമത് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫറുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് 4 കൊല്ലത്തിൽ കൂടുതൽ ഒരു സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല. പീരിയോഡിക്കൽ ട്രാൻസ്ഫർ എന്ന് പറയും. പബ്ലിക്കായിട്ട് കോണ്ടാക്ട് ഉള്ള ചില കാറ്റഗറികൾക്കാണ് അതുള്ളത്. അപ്പൊ കമേഴ്സ്യലിലുള്ള കുറെ കമേഴ്സ്യൽക്കാർക്ക് അങ്ങനെ ചില പലർക്കും അതുണ്ട്. ഓടിച്ചോണ്ടിരിക്കും. അതെ, 4 കൊല്ലത്തിൽ ഒരിക്കൽ എന്തായാലും പോകണം. ഈ ഡിവിഷന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും പോകണം.
പക്ഷെ ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുട്ടി അഡ്വാൻസ് ആയി റിക്വസ്റ്റ് ചെയ്തിട്ടില്ല അതിന് ശേഷം കിട്ടിയാല് അവിടെ പോയി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇത് കിട്ടിയെന്നില്ല. അപ്പൊ പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ ലാസ്റ്റ് മഞ്ചേശ്വരത്ത് പോകാൻ കാരണം തന്നെ ഞാൻ മധുക്കരയിലായിരുന്നു. മധുക്കര ഈ ബോർഡറാണ്, തമിഴ്നാട് ബോർഡർ. അവിടുത്തെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റേഷൻ മാനേജറായിരുന്നു അവിടെ. മധുക്കര പറയുമ്പോൾ ചെറിയ സ്റ്റേഷൻ തോന്നുമെങ്കിലും അവിടെ വളരെയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. സൈഡിങ്ങുകളും മറ്റേ മറിച്ചൊക്കെ ഭയങ്കര ഗുഡ് സ്റ്റാഫ് ഇരിക്കുന്ന സ്ഥലം. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4 കൊല്ലമായപ്പോൾ എനിക്ക് മഞ്ചേശ്വരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അവിടെ പോയ സമയത്ത് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം, കുടുംബമൊക്കെ ഇവിടെ പാലക്കാടാണ്. അങ്ങനെ ഞാൻ നേരത്തെ ഒരു VR കൊടുക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ പറ്റാത്തതുകൊണ്ട് അത് ചെയ്തില്ല. അങ്ങനെ അവസാനം 2019 ആണ് സലാം പറഞ്ഞു വന്നത്. നമുക്ക് 28 കൊല്ലം സർവീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ 33 കൊല്ലത്തെ ബെനിഫിറ്റ് കിട്ടും. VR ആണെങ്കിൽ അത് 5 years ഗ്രേസ്. അതാണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ VR കൊടുത്തില്ല കുറച്ചുകൂടെ കണ്ടിന്യൂ കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 1 ഇൻക്രിമെന്റ് 2 ഇൻക്രിമെന്റ് ചെറിയൊരു വ്യത്യാസമേ പറ്റുള്ളൂ. അതിന് വേണ്ടി കൊടുത്താലും കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോ ഈ ഇങ്ങനെ കയറുമ്പോൾ, അതായത് സ്റ്റേഷൻ മാസ്റ്ററായി കയറുന്ന ഈ നമ്മുടെ ഫിറ്റ്നസ് ലെവൽ അത് ലോക്കോ പൈലറ്റിന്റെയാണോ ഗാർഡിന്റെ പോലെയാണോ? 2 വ്യത്യാസം ഉണ്ടല്ലോ. ലോക്കോ പൈലറ്റാണ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ്. എന്ന് വെച്ചാല് കണ്ണിന്റെ കാര്യം. സ്റ്റേഷൻ മാസ്റ്റർ ഏത് ലെവലാണ്? അവര് A1 ആണ്, ഞങ്ങൾക്കൊക്കെ A2 ആണ്. അതായത് നിങ്ങൾക്ക് ഗാർഡിനും ഒക്കെ A2 ആണ്. പിന്നെ അതിന് താഴെ ഗേറ്റ് മാന് അങ്ങനെ പോയിന്റ്സ്മാൻ അവർക്ക് A3 ആണ്. അവർക്ക് പിന്നെ ഇത്രയും റിസ്ക് ഇല്ല. അതെ. പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ 4 കൊല്ലം കൂടുമ്പോഴും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. 45 വയസ്സ് കഴിഞ്ഞവരെ 2 കൊല്ലം കൂടുമ്പോഴായി. പിന്നെ 55 കഴിഞ്ഞ ഓരോ കൊല്ലം കൂടുമ്പോഴായി. എല്ലാ കൊല്ലം പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതെല്ലാം ടെസ്റ്റും ചെയ്ത് ECG, എക്കോ, അത് ഇത് അങ്ങനെ എല്ലാം എടുക്കും. എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യും. റെയിൽവേയിലുള്ള ഒരാൾക്കൊരു ഗുണമെന്ന് പറഞ്ഞാല് ഞാൻ ഫിറ്റ് ആണോ എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് കൃത്യമായിട്ടും. ഒരുവിധം ഇല്ലേ? കാരണം എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. 50 ദിവസം കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു പേഴ്സണൽ അവസരമില്ലല്ലോ. അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഇതൊക്കെ അല്ലല്ലോ. കൃത്യമായി ഞാൻ ഫിറ്റ് ആണോ ഫിസിക്കലി എന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണ് അസുഖം കണ്ടുപിടിച്ചത്. 45 വയസ്സ് കഴിഞ്ഞപ്പോ ഒരിക്കലും പോയ സമയത്താണ് എനിക്ക് ഷുഗർ ഉണ്ട് വന്നത്. അതേപോലെ പിന്നെ ഒരിക്കലും പോയപ്പോൾ എന്റെ കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണട വെക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ അതുകൊണ്ട് കണ്ടുപിടിച്ചാണ്. ഈ പീരിയോഡിക്കലായിട്ട് എല്ലാം കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് അറിയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം പൊതുവെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തത് എന്താണ് ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എ സ്റ്റേഷൻ മാസ്റ്റർ? ശരിക്കും പറഞ്ഞാല് എല്ലാ തലവേദനകളും തലയിലെടുത്ത് വെക്കേണ്ട ഒരാളാണ് സ്റ്റേഷൻ മാസ്റ്റർ. ഒരു സ്റ്റേഷനിൽ എല്ലാരും പറയുമല്ലോ സ്റ്റേഷൻ മാസ്റ്ററാണ് മെയിനാണെന്നുള്ളത്. ഞങ്ങളുടെ റൂൾ ബുക്കിനകത്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാറ്റിലും എവിടെ നോക്കിയാലും സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ റൂൾ ബുക്കുകളുണ്ട്, അതിലൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. മറ്റ് കാറ്റഗറികൾ ഇല്ലാത്തവർക്കുള്ള ആ ഒരു ഇതാവും. സ്റ്റേഷൻ മാസ്റ്റർ ഒരുവിധം എല്ലാ റൂൾ ബുക്കുകളുണ്ട്. അക്കൗണ്ട്സിന്റെ ആവട്ടെ, സ്റ്റോഴ്സിന്റെ ആവട്ടെ, മെക്കാനിക്കല്, ട്രാക്ഷൻ, എഞ്ചിനീയറിംഗ്, പല ഇതിലും എല്ലാറ്റിലും സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ കോമൺ ആയിട്ടുള്ള റൂൾ ബുക്കാണ് ജനറൽ റൂൾസ്. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും. അതെ, സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മാത്രം, വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. നമ്മള് കോൺഫർ ചെയ്യുമ്പോൾ അത് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് അല്ല, നോൺ ടെക്നിക്കൽ സ്റ്റാഫാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇൻക്ലൂഡഡ് ആണ്. അതെടുത്ത് ചോദിക്കാൻ കാരണം അതായത് ഈ വർക്ക് ചെയ്യുന്നതിൽ പലതും ഇപ്പൊ ഞങ്ങളുടെ സ്റ്റേഷനിലത്തെ കൺട്രോൾ പാനൽ, അതേപോലെ ഇൻസ്ട്രുമെന്റുകൾ, അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം സ്റ്റേഷന് ചുറ്റും പല പല സാധനങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെ പല ഇതിലായിട്ട് ഓപ്പറേറ്റ് സാധനങ്ങളാണ്. അതെ, ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആയിട്ടാണ് സ്റ്റേഷൻ. പക്ഷെ ഇതിനകത്ത് ഓപ്പറേറ്റർ നോക്കിയാൽ ഫുൾ ടെക്നിക്കലാണ് അല്ലേ? ആ പാനൽ, കൺട്രോൾ പാനൽ ഉണ്ടാകുന്നു, സിഗ്നൽസ് അല്ലേ, സിഗ്നൽസ്, പോയിന്റ്സ് എല്ലാം ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. എല്ലാം ഇപ്പൊ പഴയ പാനലുകളൊക്കെ മാറ്റിയിട്ട് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് ആക്കി. അപ്പൊ ഇതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ അതുകൂടാതെ കമേഴ്സ്യൽ വർക്ക് ഉണ്ട്, ടിക്കറ്റ് കൊടുക്കണം പല സ്റ്റേഷനിലും. ചെറിയ സ്റ്റേഷനിലുള്ള ടിക്കറ്റ് കൊടുക്കാൻ റിസർവ് ചെയ്യണം. അതും എക്സ്ട്രാ സ്റ്റാഫ് ഉണ്ടാവില്ല, ചെറിയ സ്റ്റേഷനിൽ ഉണ്ടാവില്ല. ചില സ്റ്റേഷനുകളിൽ പകല് ഉണ്ടാവും, ഒരു ഷിഫ്റ്റിനൊക്കെ ഉണ്ടാവും. ബാക്കി സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യണം. പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചേർന്ന സമയത്ത് പാർസൽ ബുക്ക് ചെയ്യണം, ഗുഡ്സ് ട്രാഫിക് ഉണ്ട്, അത് ചെയ്യണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഓഫീസിൽ നിന്ന്, അക്കൗണ്ട്സ് ഓഫീസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ദൈവം ചെയ്ത് ശരിയായില്ല, അതുകൊണ്ട് ഇത്ര ഉറുപ്പിക ഡെബിറ്റ് നമ്മൾ കെട്ടണം.
ഈ ഡെബിറ്റിംഗ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു. ഞാൻ ബുക്ക് ചെയ്ത എന്റെ അക്കൗണ്ടിൽ വന്നു. പിന്നെ അത് ഒരിക്കലും പോവില്ല. അത് വേവ് ചെയ്യാനൊന്നും സാധാരണ ഇതിൽ പ്രൊഫഷൻ ഇല്ല. അത് നമ്മുടെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് കെട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഈ പ്രൊമോഷൻ ഉണ്ടാവുന്നത് ചെറിയ സ്റ്റേഷൻ വലിയ സ്റ്റേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ചെറിയ സ്റ്റേഷൻ ആദ്യം കൊടുക്കുക. ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്നത് ASM, അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് ജോയിൻ ചെയ്യുക. 6 മാസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെയാണ് പോസ്റ്റിംഗ് കൊടുക്കുക. ട്രെയിനിങ് ടച്ചിൽ സോണൽ ട്രെയിനിങ് സെന്റർ എന്നാണ് അന്ന് പറയുക. ഇന്നിപ്പോ എന്റെ പേര് മാറ്റി മൾട്ടി ഡിസിപ്ലിനറി സോണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ആക്കി. അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്. അല്ല, ASM തന്നെയാണ്. തുടക്കത്തിൽ ASM ആണ്. മെയിൻ പോസ്റ്റ് SM, പിന്നെ സ്റ്റേഷൻ സൂപ്രണ്ട്, സ്റ്റേഷൻ മാനേജർ, അങ്ങനെയാണ്. സ്റ്റേഷൻ മാനേജർ സ്റ്റേഷൻ മാനേജറുടെ വലിയ സ്റ്റേഷൻ പാലക്കാട്, ഷൊർണൂർ, കോഴിക്കോട് ഒക്കെ സ്റ്റേഷൻ മാനേജറാണ്. അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി ഇല്ല. ഇങ്ങനെ വലിയ സ്റ്റേഷനിൽ ഷിഫ്റ്റ് ഡ്യൂട്ടി ഇല്ല. അവര് ഫുൾ ടൈം അവിടെ ഉണ്ടായിരിക്കണം. എന്താ എമർജൻസി എന്തെങ്കിലും വരണം, അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയാണ്. സാധാരണ സ്റ്റേഷനിലെ ഹെഡ് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഇപ്പൊ സ്റ്റേഷൻ സൂപ്രണ്ടും ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഇപ്പൊ തുടക്കത്തില് ASM ഇല്ല, SM ആണ് തുടങ്ങുന്നത്. SM ഉം SS സ്റ്റേഷൻ സൂപ്രണ്ട്, ഇത് രണ്ടാണ് ഇപ്പൊ ഗ്രേഡ് ഉള്ളൂ. ആകെ 2 ഗ്രേഡ് എപ്പോ ഉള്ളൂ. അപ്പൊ SM പൊതുവെ എല്ലാ സ്റ്റേഷനുകളിലും ഷിഫ്റ്റ് ഡ്യൂട്ടി മാത്രമായിരിക്കും. മാക്സിമം സ്റ്റേഷനുകൾ SS സ്റ്റേഷൻ സൂപ്രണ്ടാണ് ഇൻചാർജ് ആയിട്ടുണ്ടാവുക. അയാൾക്ക് ഭയങ്കര തലവേദനയാണ്. ഓവറോൾ ഇൻചാർജ് ആണ്. എപ്പോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വേണമെന്ന് വെച്ചാൽ വിളിക്കാം, എന്ത് വേണമെന്ന് വെച്ചാൽ ചോദിക്കാം. അങ്ങനെ ഇപ്പൊ ഡ്യൂട്ടി ഷെഡ്യൂൾ ഡ്യൂട്ടി ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കുന്ന എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. 8 മണിക്കൂറാണ് ഡ്യൂട്ടി എന്നാണ് കണക്ക്. അതായത് അത് ആവറേജ് ആണ്. അതായത് ഒരാഴ്ചയിൽ 48 മണിക്കൂർ, 6 ദിവസം, ഒരു ദിവസം റെസ്റ്റ്. പക്ഷെ ഈ ഷിഫ്റ്റില് വ്യത്യാസങ്ങളുണ്ടാവും. അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഓഫീസിൽ നിന്നാണ്, ഡിവിഷണൽ ഓഫീസിൽ നിന്നാണ്. അവർ ഞങ്ങൾക്ക് ഒരു ഫിക്സഡ് റോസ്റ്റർ ഉണ്ടാക്കി തരും. ആ റോസ്റ്ററിൽ ചിലപ്പോൾ 10 മണിക്കൂർ വരെ ഉണ്ടാവും ഡ്യൂട്ടി. അടുത്തതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഒരാഴ്ചയിൽ 48 മണിക്കൂർ അങ്ങനെ ഡ്യൂട്ടി വരും. റെക്കോർഡ്സും എല്ലാം തന്നെ. റെക്കോർഡ്സും മാത്രമല്ല, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നീറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയെന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ. സ്റ്റേഷനത്തെ വെള്ളത്തിന്റെ കാര്യം നോക്കണം, ക്ലീനിങ്ങിന്റെ കാര്യം നോക്കണം, മറ്റ് സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ പബ്ലിക്കിന്റെ കാര്യങ്ങള്, പോലീസ് പോട്ടർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങള്, സ്റ്റാൾ എന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങള്. അങ്ങനെ ഈ ഞാൻ പരപ്പനങ്ങാടി വർക്ക് ചെയ്തിരുന്നു. അവിടെ ഇതെല്ലാം ഈ ഇൻചാർജ് സംബന്ധിച്ച പങ്കാണ്. വലിയ സ്റ്റേഷൻ പാലക്കാട്, കോഴിക്കോടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ട്, വേറെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുണ്ട്, അവർ ഇൻചാർജ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റേഷനുകൾ പരപ്പനങ്ങാടി, കുറ്റിപ്പുറം അങ്ങനത്തെ സ്റ്റേഷനുകളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ ആരും ഇല്ല. ഇതെല്ലാം നമ്മുടെ പണിയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊണ്ട് ഇൻചാർജാണ്. സ്റ്റേഷൻ മാസ്റ്റർ RK ഉണ്ണികൃഷ്ണൻ സാറിന്റെ അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ഭാഗത്തിൽ വീണ്ടും നമുക്ക് സംസാരിച്ച് തുടരാം.